കടുവയ്ക്ക് പനി പിടിക്കുക ഇത്രയും രസകരമായ രൂപമാ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. സത്യാണ് ഷാഫി ചാലിയും പറഞ്ഞു കേട്ടോ. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടും നാട്ടുകാരുടെ ആട്ടും തുപ്പും തെറിയും കേൾക്കാനാണ് കോൺഗ്രസുകാരുടെ വിധി. ഇപ്പൊ ജിൻഡൊക്കെ ഇങ്ങനത്തെ ഒരു ജിൻഡോനെ കണ്ടോ നമ്മള്? കടുവൊക്കെ പനി പിടിച്ചേരില്ലേ? എന്തായാലും കാരണം വിഷമം കൊണ്ടാ. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? പ്രധാനമായിട്ട് 3 രാഷ്ട്രീയ നേതാക്കളുടെ ഇമേജാണ് പാതാളത്തോളം ഇടിഞ്ഞതാണിത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വോട്ട് ചെയ്തു എന്ന ലിസ്റ്റ് പുറത്തു വന്നതോടെ അദ്ദേഹത്തിനെതിരെയുള്ള ജനരോഷം കൂകി വിളിക്കുന്നത് വരെയുള്ള അവസ്ഥയിലെത്തി. മുഖ്യമന്ത്രി ചർച്ചയ്ക്കായി ഡൽഹിയിലെത്തിയ VD സതീശന് വമ്പൻ സ്വീകരണവും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് നേരെ മുദ്രാവാക്യം വിളിയുമായി MSF പ്രവർത്തകർ. KC വേണുഗോപാലിന്റെ അധികാരക്കൊതി കണ്ട് ജനങ്ങൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. കേരളത്തിലെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന KC വേണുഗോപാൽ കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അസ്ഥിരത ഉണ്ടാക്കുന്നു, വിജയത്തിന്റെ ശോഭ കെടുത്തുന്നു. KC വേണുഗോപാൽ എന്ന് പറയുന്ന ആള് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ. അതിൽ ചെറിയ പദവിയല്ല. പ്രശ്നം പരിഹരിക്കാൻ വരേണ്ട ആളാണ് യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ. ഇവിടെ അദ്ദേഹമാണ് ഈ പ്രശ്നത്തിന്റെ കേന്ദ്രം. അതൊരു അപകടം പിടിച്ച പ്രശ്നമാണ്. അതൊരു ശരിയായ രീതിയല്ല. ഇതിലൊക്കെ കൂടുതൽ എക്സ്പോസ്ഡ് ആയി പോയ നേതാവ് ഷാഫി പറമ്പിലാണ്. KC വേണുഗോപാലിനെ കെട്ടിയിറക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നതെന്ന് അണികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതുവരെ ഷാഫി ചെയ്യുന്നതിനെല്ലാം കൈയടിച്ച അതേ അണികൾ ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പോയിട്ട് ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഞാൻ പലപ്പോഴും മുമ്പ് വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഷാഫിയുടെ ഈ ഒരു അഴകുഴമ്പൻ നിലപാടുകളെ പറ്റി. ഷാഫി ഈ സ്റ്റേജിലൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ കിടിലൻ പ്രസംഗമൊക്കെ നടത്തും. എന്നാൽ നാട്ടിൽ എന്തൊക്കെ നടന്നാലും അതിലൊന്നും ഷാഫി ഒരു അഭിപ്രായം പറയാതെ മെല്ലെ ഒഴിഞ്ഞു മാറി സൈഡിലൂടെ പോകാൻ നോക്കും. അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയമാണെങ്കിലും ശരി, എന്തെങ്കിലും സംഘപരിവാർ വിദ്വേഷ പ്രശ്നങ്ങളാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, സ്വന്തം വിഭജിച്ച് കോട്ടം തട്ടുന്ന ഒന്നും ഷാഫി പറയില്ല. സേഫ് സോണിലാണ് ഷാഫിയുടെ രാഷ്ട്രീയ പ്രവർത്തനം. ഷാഫിക്ക് വേണ്ടി മറ്റുള്ളവർ എപ്പോഴും സംസാരിക്കും. എന്നാൽ എത്ര പേർക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളിൽ ഷാഫി പറമ്പിൽ സംസാരിക്കുന്നുണ്ട്? ഇപ്പൊ VD സതീശൻ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഷാഫി പറമ്പിലിന്റെ മനസ്സ് നിറഞ്ഞുള്ള പിന്തുണ KCക്ക് ആയതുകൊണ്ടുകൂടിയാണ്. വൈകിയാണെങ്കിൽ പോലും അണികൾ ഷാഫി പറമ്പിലിനെ തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുന്നതാണ് ശരിക്കും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഷാഫിയെ മാത്രമല്ല കേട്ടോ ജനങ്ങൾ തിരുത്തുന്നത്, MLA-മാർക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. KC വേണുഗോപാലിനെ പിന്തുണച്ച സന്ദീപ് വാര്യർക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് നേരിടുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും കോൺഗ്രസിനോട് ജനങ്ങൾക്കുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുകയും അങ്ങനെ തകർന്നു പോയിരുന്ന ഒരു മുന്നണിയെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്ത VDയെ ഒഴിവാക്കി KCയെ പിന്തുണച്ചു എന്നതാണ്. എന്തെല്ലാം അശ്ലീല വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കൂ. KC വേണുഗോപാലിന് വേണ്ടി മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാൻ വേണ്ടി കർണാടകയിൽ നിന്ന് സിദ്ധരാമയ്യ കർണാടകയുടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി സമീർ അഹമ്മദിനെ പാണക്കാട്ടേക്ക് വിട്ടു. ഇത്രേ ഏത് സിദ്ധരാമയ്യായി പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നത്? 2 വർഷം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം DK ശിവകുമാറിന് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കസേരയിലിരുന്ന് 2 വർഷം കഴിഞ്ഞിട്ട് പോകാതെ DK ശിവകുമാറിനെ പറ്റിച്ച് ഈ ഹൈക്കമാൻഡിന്റെ സ്വാധീനിച്ച് മണിയടച്ച് അത് കൈയടക്കി വെച്ചിരിക്കുന്ന അതേ സിദ്ധരാമയ്യ. അപ്പൊ കാര്യം മനസ്സിലായില്ലേ? സിദ്ധരാമയ്യക്ക് DKയെ പറ്റിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ആളാണ് KC വേണുഗോപാൽ. ഒരു പാലോട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണല്ലോ. അശ്ലീലം എന്നല്ലാതെ ഇത്തരം ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. മുഖ്യമന്ത്രി തർക്കത്തിൽ മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ KC വേണുഗോപാലിനായി സമ്മർദ്ദവുമായി കർണാടക ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി സമീർ അഹമ്മദ് പാണക്കാടെത്തി. ഇന്നലെ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി P അബ്ദുൽ ഹമീദ് മാസ്റ്റർ സംസാരിക്കുന്ന കേൾക്കാരനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തത് മൂലം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. വളരെ പെട്ടെന്ന് തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് അതിൻ്റെതായുള്ള പ്രത്യാഘാതങ്ങൾ ഇനി പഴയതുപോലെയല്ല, വ്യത്യസ്തമായ രൂപത്തിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ മുസ്ലിം ലീഗ് ഇപ്പൊ ഇതിലൊക്കെ അഭിപ്രായം പറയുന്നത് വർഗീയതയാണെന്ന് പറയുന്ന ഒരു കൂട്ടർ
രാക്ഷസന്മാരെ പോലെ നിൽക്കുക. ലീഗ് അഭിപ്രായം പറയുന്നതിൽ എന്ത് വർഗീയതയാണുള്ളത്? UDF മുഖ്യമന്ത്രിയാണിത് അല്ലെ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഒന്നല്ല, UDF മുഖ്യമന്ത്രിയാണ് ഇത് നിശ്ചയിക്കുന്നത്. മുസ്ലിം ലീഗ് നന്നായി പണിയെടുത്തിട്ടാണ് ഈ വിജയം ഉണ്ടാക്കിയത്. ഘടക കക്ഷികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളാണ് മുഖ്യമന്ത്രി ആകേണ്ടത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്ന് നയിച്ച ആളാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് പറയാനുള്ള എല്ലാ അവകാശവും അധികാരവും ഉണ്ട്. അതിനെ വർഗീയവൽക്കരിക്കുന്നതൊക്കെ എന്ത് മോശമാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രി അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ തീരുമാനിക്കും. ഇതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. കമ്മികൾ ഇതിലൊന്നും വലിയ അഭിപ്രായം പറയേണ്ട എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടം മനുഷ്യർ ധാർഷ്ട്യത്തിന് കയ്യും കാലും വെച്ച് ഭരണം കിട്ടിയപ്പോഴേ പുറത്തു വന്നിട്ടുണ്ട്. അതെങ്ങനെയാ സാറേ ശരിയാവുക? ഇതൊക്കെ ഇലക്ഷൻ വഴിയുന്നവരെയാണ് UDF LDF ഒക്കെ. മുഖ്യമന്ത്രി എല്ലാവരുടേതുമാണ്, എല്ലാവർക്കും അഭിപ്രായം പറയാം. ഞാൻ പറയും, മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ വൈകിയത് കൊണ്ട് പ്രതിക്കൂട്ടിലായത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് MLA-മാരും മാത്രമല്ല, ഒരുപാട് എല്ലാ രാഷ്ട്രീയ നേതാക്കളും പ്രതിസന്ധി നേടുകയാണ്. നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിലുപരി പ്രതിക്കൂട്ടിലായ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. KP ശശികലയൊക്കെ PK കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ചൊക്കെ എന്തൊരു പച്ച തോന്നിയാസമാണ് പറഞ്ഞു നടക്കുന്നത്. എന്നിട്ടും അതിനെതിരെ ഒരു പ്രതികരണവും കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് ഭയങ്കര മോശമായ കാര്യമാണ്. കോൺഗ്രസിന്റെ ഒപ്പാണല്ലേ ലീഗ്, അവരെ സംരക്ഷിക്കേണ്ടത് കോൺഗ്രസ് അല്ലേ. ലീഗിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, അത് BJP ദുർവിനിയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാരണത്താൽ അവരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണ്. അവരെ നാഷണൽ പൊളിറ്റിക്സിന്റെ സ്ഫിയറിൽ നിന്ന് അവരെ അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് നോക്കൂ, നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകാനേ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് അധികാരത്തിന് വേണ്ടി ലീഗിനെ ആവശ്യമുണ്ട്, കേരളത്തിൽ അധികാരം പിടിക്കാൻ. അതേ സ്ഥാനത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ അവരൊരു നിലപാട് പറയാൻ, ഇപ്പൊ പറഞ്ഞ പർദ്ദ ഇട്ടുകൊണ്ടും അല്ല ഇങ്ങനൊരു സാധനം ഇട്ടുകൊണ്ടും അവരുടെ പ്രത്യേക കമ്മ്യൂണൽ വേഷവിധാനം ഇട്ടുകൊണ്ടും രമേശ് ചെന്നിത്തലയോ മറ്റാരെയോ അല്ലെങ്കിൽ VD സതീശനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മുസ്ലിം സപ്പോർട്ടായിട്ട് വിലയിരുത്തുന്ന ഒരു സാഹചര്യം വരുന്നെങ്കിൽ അത് ലീഗിന്റെ സപ്പോർട്ടിന് പകരം നിങ്ങളുടെ ഘടകകക്ഷിയായ ലീഗിന്റെ അണികൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കാണാതെ അത് മുസ്ലിങ്ങളുടെ സപ്പോർട്ടാണ്, മുസ്ലിങ്ങളുടെ സപ്പോർട്ടും മുസ്ലിങ്ങളാണ് കേരളത്തിലെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് എന്നുള്ള വിലയിരുത്തലേക്ക് അത് കൊണ്ടുചെല്ലാൻ നിങ്ങൾ അനുവദിച്ചുകൂടാ. അതിന് വ്യക്തമായ എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കേണ്ടത്. അതിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമല്ല. വെള്ളാപ്പള്ളി നടേശൻ പിണറായിക്കൊപ്പം കാറിൽ കയറുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വർഗീയ പ്രതീകമായി തോന്നുകയുള്ള കോൺഗ്രസ്സുകാരെ എന്നൊരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് G സുധാകരൻ വെള്ളാപ്പള്ളിയെ പോയി കണ്ടതിൽ നിങ്ങൾക്ക് ആർക്കും പ്രശ്നമൊന്നും തോന്നുന്നില്ലേ? എന്തൊരു അശ്ലീല കാഴ്ചയാണിത്. ഈ സമുദായ നേതാക്കളുണ്ടല്ലോ, അധികാരമുള്ളവർക്കൊപ്പം നിൽക്കുന്ന അവസരവാദികളാണ്. അല്ലാതെ അവർക്ക് കൃത്യമായ രാഷ്ട്രീയമൊന്നുമില്ല. അവരുടെ കാര്യം നേടാൻ വേണ്ടിയാണ് അവരുടെ രാഷ്ട്രീയം. അല്ലാതെ അവർക്ക് പിണറായി വിജയനെന്നോ VD സതീശനെന്നോ യാതൊരു വ്യത്യാസവുമില്ല. ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാണ് കേരള ഇലക്ഷനെ കുറിച്ച് നടക്കുന്നത്. സംഖ്യകൾ പറയുന്നത് 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ 54.73%, 1.83 കോടി. മുസ്ലിങ്ങൾ 26.56%, 88.73 ലക്ഷം. ക്രിസ്ത്യൻസ് 18.38%, 61.41 ലക്ഷം. എന്നാൽ UDF ഭാഗമായി 102 പേര് വിജയിച്ചതിൽ ഹിന്ദുക്കൾ 41 പേർ, മുസ്ലിങ്ങൾ 30, ക്രിസ്ത്യൻസ് 31. ഇതിൽ എവിടെയാണ് അനുപാതം ശരിയാവുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ഹിന്ദുക്കൾ കൂടുതൽ ജയിക്കണമായിരുന്നത്രേ കേരളത്തിലെ പോപ്പുലേഷൻ അനുസരിച്ച്. ഇത്തരത്തിൽ കേരളം ഒരു ജിഹാദി സ്റ്റേറ്റ് ആണെന്ന തരത്തിൽ വൻ പ്രചാരണം ഒരു വശത്ത് ദേശീയ തലത്തിൽ കൊടുമ്പിരി കൊള്ളുമ്പോഴും നമുക്ക് ഒന്നിച്ചു നിന്ന് ആ പ്രചാരണത്തെ ചെറുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഇവിടെ കോൺഗ്രസ്സുകാരുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ അവനവന്റെ ആളെ മുഖ്യമന്ത്രിയാക്കുക എന്നതിലാണ്. രാഹുൽ ഗാന്ധി പോലും പക്ഷം ചേർന്നിരിക്കുന്നു. നോക്കൂ, ഇന്നലെ വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി, ആസാമിലും ബംഗാളിലും മുഖ്യമന്ത്രിയായി. നമ്മൾ മാത്രമാണ് കുതികാൽ വെട്ടും കുതന്ത്രവും ഒക്കെയാണ് ഈ ഓടിപ്പാഞ്ഞ് നടക്കുന്നത് കേട്ടോ. എടേ കോൺഗ്രസ്സുകാരെ, നിങ്ങൾ മാത്രമല്ല കേട്ടോ, കേരളീയർ മൊത്തമായിട്ടാണ് നാണം കെടുന്നത്. ഇത് നിങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര വിഷയം മാത്രമല്ല. ഒന്ന് നിർത്താവോ ഈ തോന്നിയാസങ്ങൾ?